നമസ്കാരം. പി ജയരാജൻ ജാവദേക്കർ ചർച്ചാ വിവാദം ഒടുവിൽ ക്ലൈമാക്സിലെത്തി. എല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. പ്രതീക്ഷകൾക്കപ്പുറം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. പി ജയരാജൻ കുറ്റവിമുക്തനായി. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല, അടിസ്ഥാനരഹിതമാണെന്ന് CPM തന്നെ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് മുന്നിൽ പി ജയരാജൻ വിശദീകരിച്ചു, സത്യസന്ധമായി തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഇപ്പോൾ ആവശ്യമില്ല എന്നാണ് പാർട്ടി നിലപാട്. യഥാർത്ഥത്തിൽ ഇവിടെ പൊതുജനങ്ങൾ ചിന്തിച്ചതുപോലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. പി ജയരാജനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം പി ജയരാജൻ ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലാവ്ലിൻ കേസാണ്. മറ്റൊന്ന് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസാണ്. അവസാനമാണ് പി ജയരാജൻ അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അന്വേഷണങ്ങളെ കുറിച്ച് പരാമർശിച്ചത്. ദല്ലാൽ നന്ദകുമാറാണ് ഈ വിഷയം പറഞ്ഞത്. ഈ കൂടിക്കാഴ്ച പി ജയരാജൻ നിഷേധിച്ചിട്ടില്ല, എന്നാൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. ജാവദേക്കറുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാരെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും വിശ്വസിക്കില്ല, അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ഇവിടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് പി ജയരാജൻ തുറന്നു പറഞ്ഞു. അതേസമയം ഇത്തരത്തിൽ ചില ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് പി ജയരാജൻ ജാവദേക്കറോട് പറഞ്ഞു. എന്നാൽ ജാവദേക്കർ പറഞ്ഞത് അതൊക്കെ നമുക്ക് പരിഗണിക്കാം, തൃശൂർ ഞങ്ങൾക്ക് വേണം എന്നതാണ്. തൃശൂരുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ തൃശൂരിൽ നടന്നിട്ടുണ്ട്. 28,000-ലധികം വരുന്ന വോട്ടുകൾ ചേർത്ത വിഷയം നേരത്തെ വാർത്തയായതാണ്. ആരാണ് ഈ വോട്ട് ചേർത്താൻ സഹായിച്ചത്, എങ്ങനെയാണ് ഇതൊക്കെ ചേർത്തിയത് എന്ന കാര്യമൊക്കെ അന്വേഷിക്കേണ്ടി വരും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പി ജയരാജൻ കുറ്റവിമുക്തനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും നിലനിൽക്കില്ല, അടിസ്ഥാനരഹിതമാണെന്നാണ് പാർട്ടി പറയുന്നത്. എന്തായാലും പാർട്ടിക്ക് അങ്ങനെ പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവർക്ക് കുറച്ച് വമ്പൻ സ്രാവുകളെ കേരളത്തിൽ നിന്നും കിട്ടണം. അതിനവർ എത്ര പണം വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. പലരെയും അവർ സമീപിച്ചു. അതായത് കെ സുധാകരനെ സമീപിച്ചു. 90% കെ സുധാകരന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചു എന്നാണ് പറയുന്നത്. അവസാനം KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടിയപ്പോൾ സുധാകരൻ പിന്നീട് ആ ചർച്ചയുമായി മുന്നോട്ട് പോയില്ല. അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ സുധാകരൻ പോയി എന്ന് പറഞ്ഞാൽ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ അതിനെ അത്തരത്തിൽ തന്നെ കാണേണ്ടി വരും. അതുപോലെ കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചു എന്ന് പറയുന്നു. കുഞ്ഞാലിക്കുട്ടി സ്പോട്ടിൽ തന്നെ അവരെ തള്ളിക്കളഞ്ഞു. ഇത്തരത്തിലുള്ള ചർച്ചകളുമായി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും അവർ തിരഞ്ഞെടുത്തത്, സമീപിച്ചത് സ്വന്തം പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ചില തീരുമാനങ്ങളിൽ അസംതൃപ്തിയുള്ള ചില നേതാക്കന്മാരെയാണ് അവർ തപ്പിയിറങ്ങിയത്. കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ഇടക്കാലത്തുനിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചാൽ തരക്കേടില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തികൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടയിട്ടാൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ BJPക്കുണ്ടായി. അതുപോലെ S രാജേന്ദ്രൻ, ഇയാൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇഴഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ ചൂണ്ടയിട്ടു. അയാൾ ജാവദേക്കറുമായി ഒരു ചർച്ച നടത്തി. എന്നാൽ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയല്ല എന്ന് അയാൾ തന്നെ പറഞ്ഞു. അതുപോലെ പി ജയരാജൻ ഒന്നാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്നും പി ജയരാജനെ മാറ്റി നിർത്തിയ അന്നു മുതൽ തുടങ്ങിയ അസംതൃപ്തിയാണ് പി ജയരാജനെ. പിന്നീട് ആ കസേരയിൽ വന്നിരുന്നത് AC മൊയ്തീനാണ്. അതിനുശേഷം പലപ്പോഴും പി ജയരാജനെ അവഗണിക്കുന്ന ഒരു നിലപാട് CPM സ്വീകരിച്ചിരുന്നു. എന്നാൽ പി ജയരാജൻ അസംതൃപ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തി നോക്കി. അതുപോലെ പലരെയും വമ്പന്മാരെ BJPയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പല നീക്കങ്ങളും BJP നടത്തി. പക്ഷേ അവര് ചൂണ്ടയിൽ കൊത്തിയത് പരൽമീനുകളായിരുന്നു. വമ്പന്മാരൊക്കെ വഴുതിപ്പോയി. അവർ വന്നു, അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം അതിനെന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞു. മറ്റു നിലക്ക് ഞങ്ങൾ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കാം, നിങ്ങളുടെ പാർട്ടിയുമായി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്നവർ തുറന്നു പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ ആട്ടിപ്പായിച്ചു. അതായത് കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടൊന്നും ഒരു വിവാദവും ഉയർന്നു വന്നിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയെ കേന്ദ്രമന്ത്രിയാക്കാം എന്ന് പറഞ്ഞ ഒരു ഓഫർ കൊടുത്താണ് കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചത് എന്ന് പറയുന്നു.
അദ്ദേഹം അപ്പോൾ തന്നെ ആ ഓഫർ തള്ളിക്കളഞ്ഞു. ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഞാനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നതുവരെ BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ സജീവമായി തന്നെ നിലനിർത്തി. അവസാനം KPCC പ്രസിഡന്റ് ആയപ്പോൾ ആ പോക്ക് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ഇനി KPCC പ്രസിഡന്റ് സ്ഥാനം പോയാൽ സുധാകരൻ പോവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. സുധാകരനോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, പരൽ മീനുകളൊക്കെ കൊത്തി, പത്മജ വേണുഗോപാൽ കൊത്തി, ഒരു കാര്യവുമില്ല. പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. അനിൽ ആന്റണി പോയി കൊത്തി, അബ്ദുള്ളക്കുട്ടി പോയി കൊത്തി. അതായത് BJP പണം മുടക്കി പലരെയും വിലക്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. വമ്പന്മാരൊക്കെ വഴുതിപ്പോന്നു. പരൽ മീനുകളൊക്കെ അവരുടെ വലയിലായി. എന്തായാലും ഈ പരൽ മീനുകളെ ആവശ്യം കഴിഞ്ഞാൽ അവർ എടുത്ത് പുറത്തേക്കിടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും ക്ലൈമാക്സ് അത് ഉഗ്രനായിട്ടുണ്ട്. CPM എല്ലാവരെയും ഞെട്ടിച്ചില്ല, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കഥ അവസാനിപ്പിച്ചു. EP ജയരാജൻ നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, ഒരു കാരണവശാലും BJP-യിലേക്ക് പോകില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിച്ചു എന്ന് പറഞ്ഞാണ് CPM ഇപ്പോൾ ഈ വിവാദം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ BJP വിടുമെന്ന് തോന്നുന്നില്ല. അവരുടെ പക്കൽ പലതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. EP പറഞ്ഞതും ശോഭ പറഞ്ഞതും ദല്ലാള് പറഞ്ഞതുമായിട്ടുള്ള പല കാര്യങ്ങളും BJP സൂക്ഷിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. അത് CPM-ന് വരും ദിവസങ്ങളിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.